ഞാൻ ഒരു പോയിന്റ് നിങ്ങൾ എപ്പോഴും നിങ്ങൾ ബോക്സിൽ സ്വർണ്ണ ലിപികളിൽ എഴുതി സൂക്ഷിക്കാനുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഏതെങ്കിലും കാരണവശാല് നിങ്ങൾ ലൈഫിനകത്ത് ഒരു ഒരു അഡ്വാൻസ്മെന്റ്, ഒരു ഉയർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ സന്തോഷവും സമാധാനവും നിലനിർത്തിക്കൊണ്ട് ആഗ്രഹിക്കുന്ന പ്രാർത്ഥനകൾ മാത്രമേ, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ മാത്രമേ മാനിഫെസ്റ്റ് ആകൂ. നിങ്ങളുടെ സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സോഷ്യൽ മീഡിയ ഫ്രണ്ടിന്റെ ജീവിതത്തിലെ മനോഹരമായ രംഗങ്ങൾ, അവരുടെ ജീവിതത്തിനകത്തുള്ള ഉയർച്ച, സന്തോഷം, സമാധാനം, ഫാമിലി ആയിട്ടുള്ള ഒരു ബോണ്ടിങ്, അവരുടെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച, അവരുടെ കുഞ്ഞുങ്ങളുടെ വിജയം, കുഞ്ഞുങ്ങളുടെ സക്സസിന്റെ കാഴ്ചകള് ഒക്കെ കാണുമ്പോൾ നമ്മള് അയ്യോ ഞാൻ എത്തിയില്ല, ഞാന് എവിടെ എത്തിയില്ല, ദൈവമേ എന്തൊരു കഷ്ടമാണ് എന്ന് പറഞ്ഞു, ദൈവമേ എന്നെയും കൂടെ അതുപോലെ ഒന്നാക്കി തന്നെ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് നിലവിളിച്ച് പറഞ്ഞ ആ പ്രാർത്ഥന അല്ല കേൾക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അസ്വസ്ഥപ്പെട്ടിട്ട് നാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയ്ക്കും ഉത്തരം കിട്ടില്ല. അത് അങ്ങനെ അല്ല ഈ സ്ട്രക്ചർ ഉള്ളത്, ഈ സ്പിരിറ്റിന്റെ സ്ട്രക്ചർ ഉള്ളത്. അതിന് സ്വാഭാവികമായി നമ്മുടെ പ്രാണന്റെ, ഞാൻ പറഞ്ഞതാണ് നമ്മുടെ വാല്യൂ, സമാധാനം, ഈ സ്നേഹവും സമാധാനവും ഉള്ള നിലവിലുള്ള തൃപ്തിയും പറഞ്ഞുകൊണ്ടും നന്ദി പറഞ്ഞ തൃപ്തിയും രേഖപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇത് എഴുതി വെച്ചോണ്ട് മറന്നു പോകരുത്. നമ്മൾ ഒരിക്കലും കരഞ്ഞു വെളിച്ചോണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. സ്നേഹത്തിന്റെ പ്രാർത്ഥനയ്ക്കാണ് ഉത്തരം കിട്ടുന്നത്. ടെൻഷൻ അടിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കിട്ടില്ല, നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകില്ല. ഞാൻ അതാണ് പറഞ്ഞത്. ഈ കമ്പാരിസൺ വരുമ്പോ നമ്മൾ പ്രാർത്ഥനകളൊക്കെ ടെൻഷനായി പോകും. അതാണ് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ നെഗറ്റിവിറ്റി. ടെൻഷൻ, ദേഷ്യം, ഫ്രസ്ട്രേഷൻ, അതിന്റെ ബേസിലുള്ള ആ ഫീലിംഗിലാണ് നമുക്ക് പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ അവർക്ക് എനിക്ക് കിട്ടിയില്ല, എനിക്ക് ആയില്ല, അവരെന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, എനിക്കിത് കിട്ടിയില്ലെങ്കിൽ, അയ്യോ, ഭയം, ആങ്സൈറ്റി. എന്നിട്ട് നമ്മൾ എനിക്ക് ഉയരാനുള്ള പ്രാർത്ഥന. അങ്ങനെയല്ല. അത് ഒരിക്കലും യൂണിവേഴ്സിന്റെ ആ ഒരു വൈബ്രേഷനായിട്ട് മാച്ച് ആകില്ല. നമ്മൾ എപ്പോഴും യൂണിവേഴ്സിന്റെ ഒരു വൈബ്രേഷനായിട്ട് മാച്ച് ആയിക്കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാം. മറ്റുള്ളവരുടെ ലൈഫ് അല്ലെങ്കിൽ നമുക്ക് നിലവിലുള്ള അവസ്ഥയെ നോക്കി സങ്കടപ്പെട്ടുകൊണ്ട്, ഫ്രസ്ട്രേറ്റഡ് ആയിക്കൊണ്ട്, വിഷമിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ച് പേടിച്ചുകൊണ്ട് ഒക്കെ ഉയരാൻ ശ്രമിക്കുമ്പോൾ അതൊരിക്കലും മാച്ച് ആയാലും ആ ബ്ലോക്ക് ഉണ്ടാകും. നമ്മളെപ്പോഴും അതേസമയം സ്നേഹം, നന്ദി, ഇതിന്റെ ബേസിലായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കാനുള്ളത്. മാത്രമല്ല നിങ്ങൾക്ക് ലൈഫിനകത്ത് ഉയർച്ച ഉണ്ടാകേണ്ടത് എന്തിനു വേണ്ടിയാണ്? എനിക്ക് എന്റെ ഐഡന്റിറ്റി എനിക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ളത്, എന്റെ ജീവിതത്തെ ഉയർത്താൻ വേണ്ടി. എന്തിനു ജീവിതത്തെ ഉയർത്തണം? നോക്കുമ്പോൾ എന്റെ കൂടെയുള്ള എന്റെ കൂടെയുള്ള ആളുകളെല്ലാം രക്ഷപ്പെട്ടു, എന്റെ സഹോദരങ്ങളൊക്കെ രക്ഷപ്പെട്ടു, ഞാൻ മാത്രം എവിടെ ആക്കില്ല, എനിക്കും രക്ഷപ്പെടണം. അതുകൊണ്ട് എന്റെ ഐഡന്റിറ്റി. അങ്ങനെയല്ല. മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ടല്ല നമ്മളെ ലൈഫിനെ ഉയർത്താനുള്ളത്. അത് അങ്ങനെ അല്ല നമ്മൾ ലൈഫിനെ സെറ്റ് ചെയ്യാനുള്ളത്. നമുക്ക് എന്റെ ഉള്ളിലുള്ള എന്റെ പ്രാണൻ, അതിന്റെ സ്വാഭാവിക ചിന്ത എന്ന് പറഞ്ഞാൽ ഗ്രോത്താണ്. ഞാനിവിടെ ഉള്ളത് തുടക്കത്തിൽ എങ്ങനെ ജനിച്ചോ അതുപോലെയല്ല മരിച്ചു പോകാനുള്ളത്. എനിക്ക് വളരെ എന്റെ വില്ലിനെ, എന്റെ ഐയുടെ വില്ലിനെ എനിക്ക് ഉയർത്തണം. അതിനനുസരിച്ച് എനിക്ക് മാറണം. അതിനു വേണ്ടി എനിക്ക് ഞാനെന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മാക്സിമം എക്സ്പ്രഷൻ ഇവിടെ ഉണ്ടാകണം. അതാണ് എന്റെ ലക്ഷ്യം. അത് നിങ്ങളെ ലക്ഷ്യം. നിങ്ങൾ വേറെ ചുറ്റുവട്ടത്തുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ നോക്കി താരതമ്യപ്പെടുത്തരുത്. അങ്ങനെ നിങ്ങൾ നിർത്തിയാൽ നിങ്ങൾ പവർഫുൾ ആവും. അല്ല എന്റെ നാളെ എനിക്കെന്ത് സംഭവിക്കും, അല്ലെങ്കിൽ നാളെ എനിക്ക് ഒരിക്കലും അങ്ങനെയല്ല. നാളെ എനിക്ക് പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ നാളെ ഞാൻ എങ്ങനെ ജീവിക്കും, ഒരിക്കലും അങ്ങനെ അല്ല ലൈഫ് പോകുന്നത്. തെറ്റായ കണ്ടീഷനിങ് ആണ്. നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു വളർച്ച ഉള്ളിലുള്ള ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി സ്വാഭാവികമായിട്ടും വളരണം. അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള തേടലാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സമാധാനം. എനിക്ക് ഇതുവരെ കുറെ അബദ്ധങ്ങൾ പറ്റി, എനിക്ക് അതിന് ക്ഷമിച്ചു തരണം, പ്ലീസ് ഫർഗീവ് മീ, അങ്ങനെ ക്ഷമിച്ചുള്ള മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് നെക്സ്റ്റ് ലെവലിലേക്ക് എന്റെ ലൈഫിനെ ഉയർത്താനുള്ള സ്വാഭാവിക ചിന്ത ഉണ്ടെങ്കിൽ അതാണ് നമുക്ക് വളർച്ച വരുന്നത്.